ഹലോ, എല്ലാവർക്കും മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കറിയല്ല കേട്ടോ. ഇന്ന് ഞാനൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നേന്ത്രപ്പഴവും പിന്നെ ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ഈ 250 ml കപ്പിന് 2 കപ്പ് അളവിലെ ഗോതമ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കപ്പ് അളവിന് ഈ കപ്പ് അളവിന് 2 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് എടുക്കാം. അപ്പോൾ 250 കപ്പ് അളവിന് 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തു. അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് എടുക്കേണ്ട സാധനം അതുപോലെ തന്നെ 250 ഗ്രാം വെല്ലം ചീവി വെച്ചതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ വലിയ മുറി തേങ്ങയാണ് ഞാൻ ചിരവി എടുത്തത്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതൊരു ഏകദേശം 1/2 കപ്പ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്നതാണ് 2 നന്നായി പഴുത്ത നേന്ത്രപ്പഴം. അത് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് 15 ഏലക്കായി വറുത്തിട്ട് അത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണിത്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മധുരം ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മധുരം വേണ്ടുന്നവർക്ക് നല്ല മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് ഇച്ചിരി ഉപ്പ്. അപ്പോൾ ഏത് മധുരം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഇച്ചിരി മാത്രം മതി. അപ്പോൾ അതിന് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലുള്ള ജലാംശം മാത്രം മതിയെങ്കിൽ വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മതി പോരാ എങ്കിൽ നമുക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ജലാംശം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനി നമുക്ക് വാഴയിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്ലാവിൻ്റെ ഇലയോ വാഴയുടെ ഇലയോ ആണ് നല്ലത്. അപ്പോൾ എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ വാഴയില എടുത്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കുമ്പിള് കൊത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തത്. ഇതുപോലെ ഇത് കുറച്ച് ചെറുതായിപ്പോയി, നമുക്ക് കുറച്ച് വലുതാക്കാം. കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് ഇതിങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് കൂട്ടെടുത്തിട്ട്, ഒരുപാട് കൂട്ടാവാൻ പാടില്ല. കൂട്ടെടുത്തിട്ട് ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് വലുതാണെങ്കിൽ ഇതിലും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്കിത് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കണം. ഇതിങ്ങനെ അടച്ചു കൊടുക്കണം. ഈ സാധനം ഇതുപോലെ അടച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ബാക്കിലത്തെ ഇലയില്ലേ, ഇതിങ്ങനെ മാടിക്കൊടുക്കാം. അപ്പോൾ ഈ ഇല ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം ഈ അപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്കതെല്ലാം വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാനതെല്ലാം വാഴയില കുമ്പിളാക്കിയിട്ട് ഞാനതെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കുമ്പിൾ കുത്താൻ കഴിഞ്ഞിട്ടാണ്. അത് വാഴയില ഒരുപാട് സോഫ്റ്റ് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഈ വഴനയിലയോ പ്ലാവിൻ്റെ ഇലയോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് കുമ്പിൾ കുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇഡ്ഡലി പാത്രത്തിലൊന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 1/2 മണിക്കൂർ മതി കേട്ടോ ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഏകദേശം 10-20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു 10-15 മിനിറ്റ് കൂടി മൂടി വെക്കാം.
പിന്നെ ആ കൂട്ടുകൊണ്ട് എനിക്ക് ഏകദേശം 10-20 പിന്നെ അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെല്ലത്തിൻ്റെ അളവും തേങ്ങയുടെ അളവും പിന്നെ അതുപോലുള്ള അതിലില്ല എല്ലാം കൂട്ടി എടുത്തോളൂ കേട്ടോ. അത് നമ്മുടെ കുമ്പിളപ്പം റെഡിയായി നോക്കാം കേട്ടോ. നല്ല ആവി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം അങ്ങനെ നമ്മളെ കുമ്പിളപ്പം എല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പാത്രത്തിൽ നിന്ന് 1-2 എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. നല്ല മണമുണ്ട്. ആ ഏലക്കായ ചേർത്തത് കൊണ്ട് അതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് കേട്ടോ. പൂർണ്ണമായിട്ട് അങ്ങ് ചൂടാറി വന്നിട്ടാ കണ്ടില്ലേ. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ. ഇതൊരു കഷ്ണം തിന്ന് നോക്കട്ടെ. നല്ല രുചിയുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.